ദൈവവിളി ഒരു മനുഷ്യന് മാറ്റാൻ കഴിയുന്നതല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ദുബായ് സെന്റ് മേരീസ് ചർച്ചിലെ മലയാളം കമ്മ്യൂണിറ്റിയുടെ ആത്മീയ പിതാവായ ഫാദർ അലക്സ് വാച്ചാംപറമ്പിൽ. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ ജൂബിലിയുടെ നിറവിൽ നമുക്ക് ശ്രവിക്കാം. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ സന്തോഷത്തിലേക്ക് ദുബായ് സെന്റ് മേരീസ് ദേവാലയം ജൂബിലി ആഘോഷങ്ങളുടെ നിമിഷങ്ങൾ പങ്കുവെക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ അഭിമാനമായ ദുബായ് ദേവാലയം അതിൻ്റെ ജൂബിലി ഏറ്റവും സന്തോഷത്തോടെ ആഘോഷിച്ച ദിവസങ്ങളായിരുന്നു ഇത്. ആ അനുഭവങ്ങളും അതിൻ്റെ സന്തോഷങ്ങളും പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ ഫാദറായ റവറൻഡ് ഫാദർ അലക്സ് വാച്ചാംപറമ്പിൽ അച്ഛനാണ്. അച്ഛനെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ സ്വയമേ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് അലക്സ് വാച്ചാംപറമ്പിൽ എന്നാണ്. എൻ്റെ വീട് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പുളുങ്ങുന്ന് ഫൊറോനാപ്പള്ളി, സെൻറ്റ് മേരീസ് ഫൊറോനാപ്പള്ളിയാണ് എൻ്റെ ഇടവക. 9 സഹോദരി സഹോദരന്മാരുള്ള കുടുംബത്തിലെ 9ാമത്തെ ഇളയ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. 5 ആണുങ്ങളും 4 സഹോദരിമാരും. ചെറുപ്പത്തിൽ അച്ഛനാകണം എന്നൊക്കെയുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പിന്നീട് 7ാം ക്ലാസ് വരെ ആ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പപ്പായ്ക്ക് തങ്ങളുടെ മക്കളിൽ ഒരാൾ അച്ഛനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഓരോരുത്തരും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനാകും എന്ന പ്രതീക്ഷ അസ്തമിച്ചിരുന്നു. അവസാനത്തെ പ്രതീക്ഷ എന്നില്ലായിരുന്നു. ഞാനും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ ചേർന്നില്ല ആയതിനാൽ പപ്പായ്ക്ക് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും പ്രാർത്ഥിച്ചിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ എന്നെ പപ്പ ദേവാലയത്തിൽ കൊണ്ടുപോകുമായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് വളരെ ചെറുപ്പത്തിൽ വലിവ് ആസ്മ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഞാൻ കട്ടിലിൽ വിശ്രമിച്ച് കിടക്കുമ്പോൾ വീടിൻ്റെ ഭിത്തിയിൽ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ ഒരു പടമുണ്ടായിരുന്നു. അപ്പോൾ പപ്പ എപ്പോഴും എന്നോട് പറയും, മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കണം എന്ന് പറയും. അങ്ങനെ മാർപ്പാപ്പയോടുള്ള പ്രാർത്ഥനയും സഭയോടുള്ള സ്നേഹവും പരോക്ഷമായി ചെറുപ്പത്തിൽ തന്നെ എന്നിൽ ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് വരെ അച്ഛനാകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആഗ്രഹം തൽക്കാലത്തേക്ക് അല്പമൊക്കെ ഒന്ന് മന്ദീഭവിച്ചു. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി SP കോളേജിൽ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും 1984 മുതൽ 89 വരെയുള്ള കാലഘട്ടത്തിൽ പഠിച്ചു. അപ്പോൾ അവിടെ അടുത്ത് ചങ്ങനാശ്ശേരിയിൽ ഗെറ്റ്സ്മൻ ആശ്രമത്തിലെ വൈദികർ SP കോളേജിലെ ചാപ്പലിൽ കുമ്പസാരിപ്പിക്കുവാൻ വരുമായിരുന്നു. അങ്ങനെ കുമ്പസാരത്തിലൂടെ ദൈവസ്നേഹം കൂടുതലായിട്ട് അനുഭവിക്കാനിടയായി. ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം വീട്ടിലെ കാര്യങ്ങളും കൃഷിയും മറ്റ് ചില വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ആ കാലയളവിൽ ജീസസ് യൂത്തിൻ്റെ ഒരു യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ആഗ്രഹത്തിൽ കുമ്പസാരത്തിലൂടെയാണ് ആ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം, ആ പാപമോചനം മറ്റുള്ളവർക്ക് നൽകിക്കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള ആ ബോധ്യത്തിൽ വീണ്ടും വൈദികനാകണമെന്നുള്ള ആഗ്രഹമുണ്ടാകുകയും ഞാൻ ആ ആഗ്രഹം എൻ്റെ പപ്പായോട് പറയുകയും ഒത്തിരി സന്തോഷത്തോടെ എന്നെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ സത്യത്തിൽ ഞങ്ങളെന്നും അച്ഛനെ കാണുക നല്ലൊരു ശതമാനം സമയവും കുമ്പസാരക്കൂട്ടിലാണ്. അതുപോലെ തന്നെ ലേബർ ക്യാമ്പുകളിലെല്ലാം അച്ഛൻ പറ്റുന്ന പോലെ കുമ്പസാരത്തിന് വേണ്ടി എത്ര അധ്വാനിക്കാനും റെഡി, ആ ഒരു എത്ര ത്യാഗം സഹിച്ചും കുമ്പസാരത്തിന് പോകുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴതിൻ്റെ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അച്ഛൻ്റെ മനസ്സിൽ അത്രയും കുമ്പസാരം എന്ന കൂദാശയ്ക്ക് പ്രാധാന്യമുള്ളതെന്നുള്ള ഒരു വലിയ സത്യം ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഈ നിമിഷം ഞങ്ങളും അതിനെ ഹൃദയം നിറഞ്ഞ് അഭിമാനത്തോടെ കാണുകയാണ് അച്ഛൻ. അപ്പോൾ ഏത് സമയത്താണ് അച്ഛന്, പിന്നീട് ജോലി സമയത്താണ് അച്ഛൻ, ജോലിയും കിട്ടിക്കഴിഞ്ഞാണ് വൈദികനാകാൻ പോയതെന്നും ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഏത് കാലഘട്ടത്തിലായിരുന്നു അച്ഛൻ വൈദികനാകാൻ പോയത്? ഞാൻ 23ാമത്തെ വയസ്സിലാണ് സെമിനാരി ചേരാനായിട്ട് ദൈവവിളി ക്യാമ്പിന് പോയത്. ആ കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ
ഞങ്ങൾ 9 മക്കളുണ്ടെങ്കിലും ആ സമയത്ത് ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മറ്റ് ചേട്ടന്മാർ ഒക്കെ വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലുമായിരുന്നതിനാലും വീട്ടിൽ കൃഷിക്കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില ജോലികളും ഒക്കെ ഞാൻ ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജീസസ് യൂത്തിൻ്റെ ഒരു ധ്യാനം കൂടാനിടയായത്. പിന്നെ എൻ്റെ ദൈവവിളിയെ ആ സമയത്ത് ഒത്തിരിയേറെ സ്വാധീനിച്ചത് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ വികാരി അച്ഛനായിരുന്ന പരേതനായ ഏറ്റവും ബഹുമാനപ്പെട്ട സക്കറിയാസ് കായ്ത്തറ അച്ഛൻ്റെ അജപാലന ശുശ്രൂഷയാണ്. അദ്ദേഹം ഞങ്ങളുടെ ഇടവകയിൽ ഏതാണ്ട് 8 വർഷത്തിലധികം വികാരിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളം നവീകരണ ധ്യാനങ്ങൾ നടത്തുമായിരുന്നു. അപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം വെള്ളിയാഴ്ചകളിൽ ആരാധന നടത്തുമായിരുന്നു. ആ ആരാധനയിലൊക്കെ ഞാൻ മുടങ്ങാതെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ കൂടുതൽ വൈദികനാകണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി. ഈ ധ്യാനത്തിന് ശേഷം പിന്നെ 1 വർഷക്കാലം ഞാൻ മുടങ്ങാതെ എന്നും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും കൃഷി കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോഴും ഒക്കെ മനസ്സിൽ ഭക്തിഗാനങ്ങളിലെ ഈരടി മനസ്സിൽ സൂക്ഷിക്കുകയും അത് പ്രത്യേകമായിട്ട് എന്നെ ഒത്തിരി സ്വാധീനിച്ചത് യേശുവിൻ ആത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ എന്നുള്ള ഗാനമാണ്. അങ്ങനെ ഇവിടെ യാത്രയ്ക്ക് എറണാകുളത്തും മറ്റുമൊക്കെയുള്ള ചില സ്ഥാപനങ്ങളുമായുള്ള ബന്ധങ്ങളിൽ യാത്രയ്ക്ക് പോകുമ്പോഴും ഞാൻ എന്നും വിശുദ്ധ കുർബാന കണ്ടിട്ടാണ് അനുഭവിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ ധ്യാനം കൂടിക്കഴിഞ്ഞുള്ള 1 വർഷക്കാലം ഇങ്ങനെ ഒരു തീരുമാനിച്ച് എൻ്റെ പപ്പയെ ഞാൻ അറിയിക്കുകയായിരുന്നു. വളരെ സന്തോഷം. സഭയ്ക്ക് ദൈവം നൽകിയ ഒരു അനുഗ്രഹം. അപ്പനും അമ്മയും എല്ലാം അച്ഛൻ്റെ ആ വലിയ പൗരോഹിത്യത്തിലേക്ക് ദൈവം, അതും പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നുമില്ലാത്തൊരു സഭ, ഫ്രാൻസിസ് അസീസിയുടെ ആ ചൈതന്യം സ്വീകരിക്കുന്ന സഭയിലേക്ക് അച്ഛനെ ദൈവം ചേർത്തതിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അവരെ പോലെ തന്നെ ഇന്ന് സഭയും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന അച്ഛൻ പോയ വഴികളുടെ ഒരു സംക്ഷിപ്ത രൂപം കൂടെ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമോ? 1993 സെമിനാരി ചേർന്നത്. 2003 നവംബർ 19 എൻ്റെ ഇടവകയിൽ വെച്ച് എനിക്ക് പിന്നെ പെരുന്തോട്ടം പിതാവ് എനിക്ക് പട്ടം നൽകി. തുടർന്ന് ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 2 പള്ളികളിൽ സേവനം ചെയ്തു. ആദ്യം പായിപ്പാട്ടുള്ള ലൂർദ് മാതാ പള്ളിയിലും തുടർന്ന് കുറുമനാടം സെൻറ്റ് ആൻ്റണീസ് ഫൊറോന പള്ളിയിലും. എൻ്റെ മാതാപിതാക്കളുടെ വിവാഹത്തിൻ്റെ 60ാം വർഷത്തിലായിരുന്നു എൻ്റെ പട്ടം. അത് മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ്. അതിനുശേഷം എൻ്റെ പപ്പ രോഗിയായിരുന്നു. ഇരുന്നുകൊണ്ടാണ് പട്ടമൊക്കെ കൂടിയത്. 3 മാസം കഴിഞ്ഞപ്പോൾ ജനുവരി 20 പപ്പ മരിച്ചുപോയി. എന്നാൽ അത് പപ്പായ്ക്ക് കൊടുത്ത ഒരു ഓണറായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അന്ന് വരെ ഞാൻ ഇരുന്ന ആ 2 പള്ളികളിലും ആരും മരിച്ചിരുന്നില്ല. അപ്പോൾ പപ്പയുടെ സംസ്കാര ശുശ്രൂഷയാണ് എൻ്റെ ആദ്യത്തെ മൃതസംസ്കാര ശുശ്രൂഷ. അപ്പോൾ അത് എൻ്റെ അപ്പന് ദൈവം നൽകിയ ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതിനുശേഷം ഭരണങ്ങാനം അസീസി ധ്യാനകേന്ദ്രത്തിൽ 2004 മുതൽ 2008 വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ തന്നെ അസീസി ആശ്രമത്തിൽ താമസിച്ച് കൊണ്ട് 2004 മുതൽ 2013 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ പാലാ രൂപതയിലുള്ള ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടായിരുന്നു. അത് എന്നെ ഒത്തിരിയേറെ ജനങ്ങളെ അറിയുവാനും സഭയെ സ്നേഹിക്കുവാനും മറ്റ് ധാരാളം വൈദികരോട് ബന്ധം സ്ഥാപിക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതിന് ആ രൂപതാ തലത്തിൽ തന്നെ എനിക്ക് അതിന് വേണ്ടുന്ന പ്രോത്സാഹനവും അംഗീകാരവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്ന അസീസി ആശ്രമത്തിൽ നിന്നും എനിക്കതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. അതോടൊപ്പം ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷയും എന്നെ ഒത്തിരിയേറെ ആത്മീയമായി വളർത്തി. ആ കാലഘട്ടത്തിൽ 4 മാസങ്ങളിലായിട്ട് 6 വർഷം എനിക്ക് അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അച്ഛൻ ദുബൈക്കാണോ വന്നത്? അതിനുശേഷം ഞാൻ ഞങ്ങളുടെ കപ്പുച്ചൻ സഭയുടെ സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൽ തൊടുപുഴയടുത്ത് പള്ളിക്കാമുറി എന്ന സ്ഥലത്ത് പുതിയതായിട്ടൊരു ആശ്രമം സ്ഥാപിക്കാൻ
എന്നെയും വേറൊരു അച്ഛനെയും കൂടിയായിട്ടാണ് ചുമതലപ്പെടുത്തിയത്. അത് എൻ്റെ മനസ്സിൽ വളരെ പച്ചയായ ഓർമ്മകൾ, സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു ഓർമ്മകൾ എന്നിൽ നിൽക്കുന്നുണ്ട്. കാരണം പുതിയതായിട്ടൊരു ആശ്രമം ഒരു സ്ഥലത്ത് വരുമ്പോൾ നാനാജാതി മതസ്ഥരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, അത് ആശ്രമത്തെ സംബന്ധിച്ചും അതിൻ്റെ ഭാവിയെ സംബന്ധിച്ചും അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശവുമാണ്. അതിൽ ദൈവം എന്നെ ഒരു ഉപകരണമാക്കിയതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുകയാണ്. മറ്റ് മതസ്ഥരുമായിട്ട് അവരുടെ വീടുകളിലെല്ലാം കയറി ഇറങ്ങി അവിടെ ആശ്രമം വരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ആശ്രമവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതിൽ എനിക്ക് ഒത്തിരിയേറെ സ്ഥലത്തുള്ള ആൾക്കാരുടെ പ്രോത്സാഹനവും സ്നേഹവും പ്രാർത്ഥനയുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിന് ചുറ്റുപാടുമുള്ള ധാരാളം വീടുകൾ സന്ദർശിക്കുകയും അവരാണ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നുകൊണ്ടിരുന്നത് മുടങ്ങാതെ, ഞങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായി. അപ്പോൾ അത്രയും ദൂരെ നിന്ന് ആ കാലഘട്ടത്തിലാണ് എൻ്റെ മമ്മി മരിച്ചുപോയത്. ആ ചുറ്റുപാടുമുള്ള ധാരാളം ആൾക്കാർ അവിടെ നിന്ന് ദൂരെയുള്ള കുട്ടനാട്ടിലെ പുളുങ്ങുന്നിൽ അവിടെ വന്നു. അതൊക്കെ സൂചിപ്പിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ഞങ്ങൾ സ്ഥാനം പിടിച്ച് എന്നുള്ളതാണ്. തീർച്ചയായും ഈ സമയങ്ങളിൽ നമ്മൾ അച്ഛനിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ സത്യത്തിൽ ലോകത്ത് എവിടെ ഇരിക്കുന്നവരുടെയും ചിന്തയെയും കണ്ണുകളെയും ഏറണണിയിക്കുന്നതാണ്. ഒരപ്പൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ മക്കളിൽ ഒരാൾ വൈദികനാകണമെന്ന്. പക്ഷേ ഒരു സാധ്യതയും ചിലപ്പോൾ ഇല്ലെന്ന് തോന്നിയെടുത്തുന്ന ദൈവം ഒരാളെ എടുത്തുയർത്തി. സാധാരണ കൊച്ചുങ്ങൾ പോകുന്ന പോലെയല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പോലും ആ തീപ്പൊരി, ആ സ്നേഹം, ദൈവത്തോടുള്ള ബന്ധം, പോളാറാമൻ മാർപ്പാപ്പയുടെ ഒരു അനുഗ്രഹം, ബ്ലെസ്സിങ്, സഭയോടുള്ള സ്നേഹം എല്ലാം ഇന്ന് സഭയ്ക്ക് മുതൽക്കൂട്ടായിട്ട് സഭയെ ധീരമായിട്ട് നയിക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് അലക്സ് അച്ഛനെ പല ജീവിതത്തിൻ്റെ വഴിയിലൂടെ നയിച്ച് ഇവിടെ കൊണ്ടെത്തിയിരിക്കുന്നു. ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഇടവകയായ ദുബായിൽ മലയാളം കമ്മ്യൂണിറ്റി എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്ന മലയാളം കമ്മ്യൂണിറ്റി എന്ന് പേരുണ്ടെങ്കിലും എല്ലാവർക്കും വേണ്ടിയല്ലേ ഇവിടെ ശുശ്രൂഷ അച്ഛന്മാർ ചെയ്യുക. ഒരാൾ അച്ഛനായിരിക്കുന്നത് ആരൊക്കെ സമീപിക്കുന്നോ അവർക്കൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകമായി മലയാളം കമ്മ്യൂണിറ്റിയുടെ ചാർജ് ഉണ്ടെങ്കിലും ഈ പള്ളിയിലെ എല്ലാവിധ ഭാഷക്കാരും അവരുടെ ആവശ്യങ്ങൾക്ക് സമീപിക്കാറുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് അതിൻ്റെ സമയമനുസരിച്ച് പൂർണ്ണമായിട്ടും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അച്ഛനോട് ദുബായിയുടെ അനുഭവങ്ങളാണ്. നമ്മളിപ്പോൾ വളരെ സന്തോഷത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കാനാണ് നിൽക്കുക. ജൂബിലി വർഷമായിരുന്നു നമുക്ക്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒത്തിരിയേറെ കാര്യങ്ങൾ മലയാളം കമ്മ്യൂണിറ്റി തന്നെ ഊണും ഉറക്കവുമില്ലാതെ ഒരു നല്ല ഗ്രൂപ്പ് അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ദുബായിലെ എല്ലാ കമ്മ്യൂണിറ്റിയോടൊപ്പം തന്നെ. അപ്പോൾ അച്ഛൻ്റെ ആ ഒത്തിരിയേറെ നല്ല ഗൈഡൻസും ഒത്തിരി തീരുമാനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് ദുബായിയുടെ വലിയ ജൂബിലിയുടെ ആഘോഷങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങളൊന്ന് പറയാമോ? സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ 50 വർഷമായതിൻ്റെ ജൂബിലി ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണ്. തീർച്ചയായും ഒരു ദേവാലയം എന്ന് പറയുന്നത് നമ്മെ എല്ലാവരെയും വിശ്വാസികളെ സംബന്ധിച്ച് ദൈവസ്മരണ ഉണർത്തുന്ന ഒന്നാണ്. പ്രവാസികളായി ഇവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് ദുബായിലെ സെൻറ്റ് മേരീസ് ദേവാലയം തീർച്ചയായും അവരെ എല്ലാവരെയും ദൈവ അനുഗ്രഹങ്ങളിലേക്ക്, ദൈവസ്മരണയിലേക്ക് ഉണർത്തുകയും ഈ ദേവാലയ അങ്കണം അവരുടെ എല്ലാവരുടെയും ഒരു രണ്ടാമത്തെ ഭവനമായി അനുഭവപ്പെടുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വിശുദ്ധ ബലിയിൽ വായിച്ചു കേട്ടതുപോലെ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ സഹയാത്രികനായി വചനം പറയുകയും എമ്മാവുസിലെ ഭവനത്തിലെത്തി അപ്പം മുറിച്ചപ്പോൾ കണ്ണുകൾ തുറക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് ശക്തയോടെ തിരിച്ചു വരികയും ചെയ്ത ഒരനുഭവമാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ദേവാലയത്തിലൂടെ ഇവിടെ വരുന്ന അനേകർക്ക് ഈ 50 വർഷങ്ങളിലൂടെ ഉദ്ധിതനായ ഈശോയുടെ ആ സ്നേഹ സാന്നിധ്യം നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. അതെ. അപ്പോൾ ജൂബിലിയുടെ ആഘോഷങ്ങളിൽ എന്തെല്ലാമാണെന്ന് വെച്ചാൽ മലയാളം കമ്മ്യൂണിറ്റിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം നമ്മൾ ചെയ്തു? ഈ ജൂബിലി ആഘോഷം ദൈവം നമുക്ക് 50 വർഷമായി ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ പല രീതിയിലുള്ള പരിപാടികൾ ഇവിടെ നമ്മൾ ഏകോപിപ്പിച്ചു. ധാരാളം ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയുടേതുമായ കലാപരിപാടികൾ ഓരോ ആഴ്ചയിലും നവംബറിൽ ഇയർ ഓഫ് മേഴ്സിയുടെ അവസാനിക്കുന്ന ദിവസം തുടങ്ങിയതാണ് ജൂബിലി. 2016 നവംബറിൽ, 2017 ഏപ്രിൽ 28 ജൂബിലി അവസാനിച്ചു. അപ്പോൾ ഈ ദിവസം വരെ
വ്യത്യസ്തങ്ങളായ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായ നാടിൻ്റെ പ്രത്യേകതകൾ കലാപരമായിട്ട് അവതരിപ്പിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ടായിരുന്നു. ക്യാൻസർ രോഗികളായിട്ട് ഈ ദുബായിൽ ഉള്ള ധാരാളം പേരെ സഹായിക്കുവാനായിട്ട് ദേവാലയം ഒന്നടങ്കം ഉള്ള വിശ്വാസികൾ ഒരു മേഴ്സി തോൺ നടത്തി, വോക്ക് ഫോർ എ ഹോപ്പ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദുബായ് റെഡ് ക്രസൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ ധനശേഖരണാർത്ഥത്തിലൂടെ 6 ക്യാൻസർ രോഗികളുടെ സമ്പൂർണ്ണ ചെലവിന് ഉള്ള തുക സമാഹരിക്കുകയും അതിൻ്റെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തു തുടങ്ങി. അവർ അതനുസരിച്ച് ചികിത്സ നേടുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ UAE വികാരിയേറ്റിലുള്ള ഈ സദേൺ വികാരിയേറ്റിൽ UAEയിലുള്ള മറ്റ് ദേവാലയങ്ങളിലെ വൈദികർ എല്ലാ വെള്ളിയാഴ്ചയും വന്ന് അവരുടെ പള്ളിയിലെ മറ്റ് വൈദികരുമായിട്ട് ഇവിടെ വന്ന് ബലി അർപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതോടൊപ്പം കുട്ടികൾക്കായിട്ടുള്ള കുട്ടികളെ പള്ളിയുമായിട്ട് കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് ചിൽഡ്രൻസ് ഫെസ്റ്റ് നടത്തിയിരുന്നു. അതോടൊപ്പം ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യമാണ്. ഈ ദേവാലയത്തിലുള്ള 51 ഭാഷയിലുള്ള വിശ്വാസികൾ ഒരുമിച്ചിരുന്ന് 2 മണിക്കൂറുകൾ കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ എഴുതി തീർത്തു. അത് റോമിലെ പരിശുദ്ധ മാർപ്പാപ്പായ്ക്ക് ഈ സെൻറ്റ് മേരീസ് ദുബായ് ദേവാലയത്തിൻ്റെ ജൂബിലി സമ്മാനമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ ഭാഗത്തുള്ള മാർപ്പാപ്പയുടെ പ്രതിനിധിയായ നുൻഷ്യോ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ പതാലി പിതാവ് അത് മാർപ്പാപ്പായ്ക്ക് കൈമാറുന്നതാണ്. ഇത് ഒരു വലിയൊരു അർത്ഥമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ ബൈബിളിൽ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് ബാബേൽ ഗോപുരം. അവിടെ ഭാഷകൾ ഭിന്നിച്ചപ്പോൾ അവിടെ തകർച്ചയാണ് ഉണ്ടായത്. എന്നാൽ ഭൗതിക സമൃദ്ധിയിൽ അവർ അഹങ്കരിച്ചു, ഭാഷകൾ ഭിന്നിച്ചു, അവർ തമ്മിൽ ഐക്യമില്ലാതായി. പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നു, വ്യത്യസ്ത ഭാഷയിലുള്ള മനുഷ്യർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ തമ്മിൽ ഐക്യമുണ്ടായി. അവിടെ പുതിയൊരു പന്തക്കുസ്ത അനുഭവമുണ്ടായി. ആ ഒരു പന്തക്കുസ്ത അനുഭവത്തിൻ്റെ ഒരു ചൈതന്യമാണ് ഈ ബൈബിൾ 51 ഭാഷയിൽ ഈ ദേവാലയത്തിലെ വിശ്വാസികൾ 51 ഭാഷക്കാർ 2 മണിക്കൂർ ഒരുമിച്ചിരുന്ന് ഒരു ഹോളിലിരുന്ന് എഴുതി പൂർത്തിയാക്കിയപ്പോൾ സാക്ഷ്യമാകുവാൻ എനിക്ക് സാധിച്ചപ്പോൾ അത് കേട്ടപ്പോഴും ഒക്കെ എനിക്ക് ഉണ്ടായ ചിന്തയും അനുഭവവും അങ്ങനെ ഒരു ചിന്തയാണ്. എത്രയോ ധന്യമായ ഒരു അനുഭവമാണ്. സാഹോദര്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും ഭാഷകളും നിലനിൽക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം ഒന്നിച്ചു ചേർക്കുന്ന ആ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഈ ദുബായ് സെൻറ്റ് മേരീസ് ഇടവകയിൽ ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ ചൈതന്യം അതിശക്തമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് 51 ഭാഷയിലുള്ള ആ ബൈബിൾ, സമ്പൂർണ്ണ ബൈബിൾ അതിൻ്റെ രചന പൂർത്തിയാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. അത് എത്ര മനോഹരമായിരുന്നു. ഞങ്ങളിത് ഇവിടെ പ്രസൻറ്റ് ചെയ്തപ്പോൾ അഭിമാനത്തോടെ നല്ല വചനത്തോടുള്ള മനുഷ്യരുടെ സ്നേഹവും എല്ലാം കൂടെ ചേർന്ന് മാർപ്പാപ്പായ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് അത് സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ ജനങ്ങളുടെ ഒരു പന്തക്കുസ്ത അനുഭവമായിട്ട് തന്നെയാണ് അത് അവതരിക്കപ്പെടുന്നത്. കാരണം ആ ഭാഷകളിൽ വ്യത്യസ്ത മനുഷ്യരുടെ ഐക്യം, ദൈവാത്മാവിലുള്ള ഒരൈക്യത്തിൻ്റെ ആ ഒരു ഏകോപനമാണ് അവിടെ കണ്ടത്. തീർച്ചയായിട്ടും വെച്ചാൽ അത് ഇവിടുത്തെ വിശുദ്ധ കുർബാനയിൽ വെള്ളിയാഴ്ച വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി കഴിയുമ്പോഴേ അടുത്ത കമ്മ്യൂണിറ്റി ലൈൻ നിൽക്കുകയാണ് പള്ളിയിലേക്ക്, ദേവാലയത്തിലേക്ക് നിറഞ്ഞ് ഇതുപോലെ ഒരു സമുദ്രം, ജനസമുദ്രം നിറഞ്ഞ് ഒരു മനസ്സോടെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ദേവാലയം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ ജൂബിലി വർഷം നമുക്ക് ഇവിടെ ആകാൻ ദൈവം അനുവദിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം, ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ. പിന്നീട് അച്ഛനിലേക്ക് വരാം. അച്ഛൻ നമ്മുടെ ഇവിടെ മലയാളം കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒത്തിരിയേറെ ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് തന്നെ ഒരു നല്ല സംഖ്യ കാണും. അപ്പോൾ അവരുടെ തന്നെയല്ല മറ്റ് സംസ്കാരങ്ങളുടെയും ഈ കൂദാശകളെ സഹായിക്കണം. വിശുദ്ധ കുർബാന ഏത് ഭാഷയിലും ചെല്ലണം, അതുപോലെ തന്നെ കുമ്പസാരം. അപ്പോൾ ഈ കുമ്പസാരത്തിന് വേണ്ടിയാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്ന് ഞങ്ങളുടെ ഒരു അനുഭവം അങ്ങനെയാണ്. അപ്പോൾ അത് ചിലപ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ശാരീരികമായൊക്കെ അച്ഛൻ മടുക്കാറുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് അതിനെ അച്ഛൻ കാണുന്നത്? മലയാളികൾക്ക് മലയാളത്തിൽ സംസാരിക്കണമെന്നുള്ളതാണ് താല്പര്യം. ഇവിടെ മറ്റ് ഭാഷയിലുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ ധാരാളം വൈദികരുണ്ട്.
അപ്പോൾ മലയാളത്തിൽ എപ്പോഴാണ് കുമ്പസാരിക്കാനുള്ള സൗകര്യമുള്ളതെന്ന് അറിയാൻ വേണ്ടി കൂട്ടായ്മയുടെ abba.dubai.org എന്ന വെബ്സൈറ്റിൽ മലയാളത്തിൽ ഓരോ ദിവസവും എപ്പോഴൊക്കെ ഞാൻ കുമ്പസാരിപ്പിക്കാനുണ്ടാകും എന്ന് അറിയുന്നു. ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതോടൊപ്പം എനിക്ക് കുമ്പസാരിപ്പിക്കാൻ ഇടുന്ന സമയത്തിനപ്പുറമായിട്ട് ഓരോ സമയത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഞാൻ കൂടുതൽ സമയം കുമ്പസാരത്തിനായിട്ട് അവൈലബിൾ ആകാറുണ്ട്. എന്നാൽ ക്രിസ്മസും അതുപോലെ വലിയ നോമ്പും ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള കാലഘട്ടങ്ങളിൽ മലയാളത്തിൽ കുമ്പസാരിപ്പിക്കുവാൻ 2 വൈദികർ 2 മാസങ്ങളിൽ ഇവിടെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാറുണ്ട്. കാരണം ഇതൊരു ഭവനമാണ്, എല്ലാവരുടെയും വിശ്വാസികളുടെ ഒരു ഭവനമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ ഈ സെൻറ്റ് മേരീസ് ദേവാലയം. അപ്പോൾ ദൈവവുമായിട്ട് രമ്യതപ്പെടുന്നതാണ് കുമ്പസാരം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അടുക്കാൻ സാധിക്കുന്നത് കുമ്പസാരത്തിലൂടെയാണ്. സമയമില്ല എന്ന് പറയുന്നവർക്ക് കുമ്പസാരം മാറ്റിവെക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ അകലെയാണ്. അപ്പോൾ പാപത്തെയും പാപസാഹചര്യങ്ങളെയും ഉപേക്ഷിക്കലാണല്ലോ കുമ്പസാരം. എന്തുകൊണ്ടാണ് കുമ്പസാരിക്കുന്നത്? ദൈവസ്നേഹം, ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ നിലനിൽക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം, എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹം. ആയതിനാലാണ് ഞാൻ പാപവും പാപസാഹചര്യങ്ങളും ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ദൈവസ്നേഹത്തിലായിരിക്കുവാൻ, ദൈവവുമായിട്ടുള്ള ആ ഐക്യത്തിൽ, ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ ആഴപ്പെടുവാൻ വരപ്രസാദ ജീവിതത്തിലൂടെ എന്നെ സഹായിക്കുന്നു. അതിന് പാപവും പാപസാഹചര്യവും ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നു. കൂടുതൽ ദൈവസ്നേഹം അനുഭവിച്ച് മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹം ചൊരിഞ്ഞ് നമുക്ക് ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു. അപ്പോൾ കുമ്പസാരത്തിലൂടെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛനാകണം എന്ന് തീരുമാനിക്കാൻ കാരണം എന്നെ ചിന്തിപ്പിച്ചത്, ഞാൻ ആ 1 വർഷക്കാലം എനിക്ക് ഒരാത്മീയ ഉണർവുണ്ടായി അച്ഛനാകണമെന്നൊക്കെ ആഗ്രഹിച്ചപ്പോൾ ആദ്യമോർത്ത് വചനമൊക്കെ പ്രഘോഷിച്ച് നടന്നാൽ പോരെ. അപ്പോൾ പാപമോചന അധികാരത്തിലൂടെ ഒരു വൈദികന് ശ്ലീഹന്മാരുടെ പിന്തുടർച്ചയായി മെത്രാന്മാരിലൂടെ ലഭിച്ച പൗരോഹിത്യ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ മാത്രമേ ഒരാൾക്ക് യേശുവിൻ്റെ നാമത്തിൽ പാപം മോചിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് കുമ്പസാരം. അത് അച്ഛന്മാർക്ക് മാത്രമല്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം എന്നെ അതിനൊരു ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയും. ഞാൻ സെമിനാരി ചേർന്ന് തുടങ്ങിയ നിമിഷം മുതൽ എൻ്റെ പപ്പ എനിക്കൊരു പ്രാർത്ഥന എഴുതി തന്നിരുന്നു. അത് എൻ്റെ വീട്ടിൽ അത് ഇപ്പോഴും സന്ധ്യാപ്രാർത്ഥനയിൽ ചെല്ലാറുണ്ട്, പരിശുദ്ധാത്മാവിനോടുള്ളൊരു പ്രാർത്ഥന. അത് ഞാൻ സെമിനാരി ചേർന്നപ്പോൾ എനിക്ക് എൻ്റെ പപ്പ ഒരു കടലാസിൽ എഴുതി തന്നു. അത് ഞാൻ ഇന്നും ആ പ്രാർത്ഥന തുടർന്നും വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് അവിടെ അൾത്താരയിൽ നിന്ന് ചെല്ലാറുണ്ട്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയാൽ എൻ്റെ യോഗ്യതകൾ കൊണ്ടുള്ള എൻ്റെ അയോഗ്യതകൾ പരിഗണിക്കാതെ ദൈവം എന്നെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് നയിച്ചു. ഈശോയുടെ നാമത്തിൽ പാപം മോചിക്കാൻ അവിടുത്തെ കരുണയാൽ എന്നെ യോഗ്യനാക്കി. അവിടുത്തെ ശരീരവും രക്തവും അപ്പത്തിൻ്റെ മീഞ്ഞിൻ്റെ രൂപത്തിലൂടെ അത് കുദാശയിലൂടെ പരികർമ്മം ചെയ്യുവാൻ എന്നെ അവിടുന്ന് ഉയർത്തി. അത് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഈശോയെയാണ് അനുഭവിക്കുന്നത്. ജീവിതത്തിൻ്റെതായ പല തലങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ ഈ കുമ്പസാരം എന്ന കൂദാശ വളരെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂദാശ. ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വചനം കേൾക്കുന്നവർ, അച്ഛൻ്റെ അനുഭവങ്ങൾ കേൾക്കുന്നവരിൽ പലരും കുമ്പസാരത്തിന് ചിലപ്പോൾ ഈ കാലഘട്ടത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വൈദികൻ്റെ അനുഭവം, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വൈദികൻ ഇവിടെ ഇരിക്കാൻ കാരണം അതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രാർത്ഥിച്ച ഒരപ്പൻ, അമ്മ, അവരുടെ എല്ലാം ആഗ്രഹം കൂദാശകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജനങ്ങളെ, സഭയെ നയിക്കാൻ വേണ്ടി ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ കുമ്പസാരത്തിന് വലിയ ശക്തിയുണ്ട്. അച്ഛൻ്റെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ അച്ഛാ, ഇവിടെ ക്യാമ്പുകളിലും ജീവിതങ്ങളുടെ വ്യഗ്രതകളിലും വിഷമങ്ങളിലൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപറ്റം മനുഷ്യരുണ്ട്. ഒരുപക്ഷെ അച്ഛൻ്റെ അടുത്ത് പല വേദനകളുമായിട്ടാണ് സമീപിക്കുക, ഷെയർ ചെയ്യാനും അനുഭവങ്ങളും അച്ഛനിൽ നിന്നൊരു വാക്ക് കിട്ടാനെല്ലാം വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലെല്ലാം അച്ഛൻ ഇവിടെ എന്താണ് ഇവിടുത്തെ ഒരു ജനങ്ങളോട് പറയാനുള്ള ഒരു വാക്ക്? നമ്മുടെ ദുബായ് സെൻറ്റ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിലെ കരിസ്മാറ്റിക് കൂട്ടായ്മയിൽ റീച്ച് ഔട്ട് മിനിസ്ട്രി എന്നൊരു പ്രവർത്തന സമൂഹമുണ്ട്. അതിലൂടെ ഞാനും അവരും
ഈ ലേബർ ക്യാമ്പുകളിൽ സന്ദർശിക്കാറുണ്ട്, അവരെ കേൾക്കാറുണ്ട്, അവരെ കുമ്പസാരമെന്ന കൂദാശ നൽകാറുണ്ട്. അവർക്ക് മറ്റുള്ളവർക്ക് പോലെയുള്ള വാഹന സൗകര്യമില്ലാത്തവരാണ് ദേവാലയത്തിൽ വരുവാൻ. അതുപോലെ ജോലിയുടേതായ വ്യഗ്രതകൾ അവർക്ക് കൂടുതലുണ്ട്, താമസ സൗകര്യത്തിൻ്റെ പരിമിതികളുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ ഫസ്റ്റ് പ്രിഫറൻസ്. അവർക്കാണ് ഞാൻ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരങ്ങളിൽ ലേബർ ക്യാമ്പ് സന്ദർശിക്കുന്നതും അവരെ കൂടുതൽ സാധിക്കുന്ന അവൈലബിലിറ്റി അനുസരിച്ച്, ലഭ്യതയനുസരിച്ച് ദേവാലയത്തിലെ കാര്യങ്ങളിൽ അവർക്കൊരു മുൻഗണന കൊടുക്കുന്നത്. നമ്മൾ പെസഹ വ്യാഴാഴ്ച കാല് കഴിയുമ്പോൾ ലേബർ ക്യാമ്പിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. നമ്മൾ പെസഹയ്ക്ക് ലേബർ ക്യാമ്പിൽ നിന്നുള്ളവർക്കായിട്ട് അപ്പം മുറിക്കൽ ശുശ്രൂഷ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും തൻ്റെ ഭവനങ്ങളിൽ നിന്നും വിദൂരത്ത് ഇവിടെ പ്രത്യേക സാഹചര്യങ്ങളിൽ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുമ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം നമ്മൾ അവരുടെ കൂടെയുണ്ട്. അച്ഛൻ്റെ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ കരുണ, സ്നേഹം, കൗദാശിക ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത ഇവയെല്ലാം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നന്ദി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാ